ഓണത്തിന് തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മുല്ലമൊട്ടാണ് വാങ്ങിയേക്കുന്നത്. ഒരു പാക്കറ്റിന് 15 റിയാലാണ്. നമ്മൾ കണ്ടപ്പോൾ കുറച്ചുള്ളത് കൂട്ടാ തോന്നി, പക്ഷെ പാക്കറ്റിന് വെളിയിലെടുത്തപ്പോൾ നല്ല രീതിയിലുണ്ട്. പുനിതയാണ് കിട്ടുന്നത്. പുനിതയ്ക്ക് നാട്ടിലെ മുല്ലത്തോട്ടമൊക്കെ ഉണ്ട്. ഭയങ്കര എക്സ്പേർട്ടാണ് കെട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ കൂടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി പുനിത ഒരു പാക്കറ്റ് മുല്ലപ്പൂ കൊണ്ട് ഇത്രയും വലിയൊരു മാല കെട്ടിയിട്ടുണ്ട്. വളരെ സ്പീഡിലാണ് ചെയ്തേക്കുന്നത്. അവരുടെ വീട്ടിൽ ഇതുപോലെ എപ്പോഴും ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട് അവർക്ക്. ഈ മുല്ലമോട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ പുനിതയുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവര് കുറേ ഏക്കർ കണക്ക് വസ്തുവിലാണ് ഈ മുല്ലയുടെ കൃഷിയുള്ളത്. രാവിലെ തണുപ്പത്ത് പോയി മുല്ലമൊട്ടൊക്കെ പറിക്കുന്ന കാര്യമൊക്കെ അവള് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പൂവൊക്കെ വെപ്പാங்க. സായങ്കാലത്തിൽ എടുക്കുന്ന പൂ ഇருக்கு, കാലയിൽ എടുക്കുന്ന പൂ ഇருக்கு. ശരിക്കും അതൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ ഓർക്കുമ്പോ അല്ലേ ഭയങ്കര പൂ കണ്ടാക്കാൻ இங்க நாகர்கோவில் அதுக்குள்ள பூ எடுக்க போற இடத்துல நமக்கு தெரியும் இந்த நிறைய இந்த வரிசையில நமக்கு பூ நிறைய இருக்கும்னு ஃபர்ஸ்டே போய் அந்த வரிசையை பிடிக்கிறது, படபடா பூ எடுத்து வைக்கிறது. നമുക്ക് ഈ പൂ കെട്ടാൻ അറിയാത്തോണ്ട് നമ്മൾ പുനിതനെ സഹായിച്ചു കൊടുക്കുവാണ് എടുത്ത്. മുല്ലപ്പൂ കെട്ടാൻ വേണ്ടിട്ട് ഇവിടെ അടി കൂടുവാണ്. പക്ഷെ പുനിത കെട്ടുന്നോട്ട് ആർക്കും കെട്ടാൻ കഴിയത്തില്ല. പക്ഷെ എല്ലാരും ഇവിടെ അടികൂടലാണ്, ഇങ്ങനെ കെട്ടാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പുനിത ഇന്നലെ കെട്ടിയെടുത്ത പൂവാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമെന്നതിന് ഇപ്പൊ വെളിയിലേക്ക് കൊണ്ടുവന്നു. എത്ര ഭംഗിയായിട്ടാണ് അത് കെട്ടിയേക്കുന്നത്.